നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 8, 9 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 8 വെളുപ്പിന് 1:26 AM മുതൽ മെയ് 10 ഉച്ചയ്ക്ക് 12 മണി 12 മിനിറ്റ് PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യയാവുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും പറ്റുമെങ്കിൽ നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. മെയ് 8 വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, 9 ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 8, 9 തീയതികളിൽ രാവിലെ 4:31 AM മുതൽ 5:19 AM വരെയാണ് 8, 9 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 8, 9 തീയതികളിൽ ഉച്ചയ്ക്ക് 11 മണി 53 മിനിറ്റ് AM മുതൽ ഉച്ചയ്ക്ക് 12 മണി 43 മിനിറ്റ് PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 8, 9 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 8 തീയതി രാവിലെ 10:46 AM മുതൽ ഉച്ചയ്ക്ക് 12 മണി 18 മിനിറ്റ് PM വരെയാണ് 8 തീയതി രാഹുകാലം. 9 തീയതി രാവിലെ 9:13 AM മുതൽ രാവിലെ 10:46 AM വരെയാണ് 9 തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 8, 5 2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 9, 5 2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 5, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചൊവ്വയും ശനിയും 12ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ജന്മത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാറ്റിനും ഒരു തടസ്സമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പൊതുവെ ഭൗതിക സുഖങ്ങൾക്കൊക്കെ ഒരു പൊലിമ കുറവ്, പൂർണ്ണത കുറവ് ഒക്കെ അനുഭവപ്പെടാം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ബുധനും പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. കഴിവതും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന്, പുതിയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയ സാധ്യതയുണ്ടാവും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യതയുണ്ട്. വാഹനലാഭം, അതുപോലെ തന്നെ
രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. നിയമ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി. മകയിലും അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രനും വ്യാഴവും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ മേടമാസം മുഴുവനുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി. പുണർതം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അത് മേടം, ഇടവം മാസങ്ങളിൽ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും ഇവർക്ക് സർപ്പവും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. രാഹുവും കേതുവും പ്രതികൂലമാണ്. ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചൊവ്വയും ശനിയും. അപകടങ്ങൾ കരുതിയിരിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. അഷ്ടമ ശനിയായതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, ധനവരവ് ഒക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സവും പൊലിമ കുറവും പൂർണ്ണത കുറവും ഒക്കെ ഉണ്ടാവാം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എങ്കിലും 11-ാം തീയതി വ്യാഴം പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറും. അതിനുശേഷം കാര്യങ്ങൾ ബെറ്ററായി തുടങ്ങും. ഓക്കെ. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ പക്ഷേ 11-ാം തീയതി അഷ്ടമത്തിലേക്ക് മാറും. അപ്പോൾ ഈ പൊതുവെ അപകടങ്ങൾ നമ്മൾ കരുതിയിരിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ധനപരമൊക്കെ ഉണ്ടാവും. കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടമൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സവും ഒരു ഭൗതിക സുഖങ്ങൾക്കുമൊക്കെ ഒരു പൊലിമ കുറവ്, പൂർണ്ണതക്കുറവ് ഒക്കെ പ്രതീക്ഷിക്കാം. കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവേകപൂർവ്വം അത് പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. വാഹന ലാഭം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും
വഴിയൊരുങ്ങും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് മേടമാസം മുഴുവൻ തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. വാഹന ലാഭം ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് മേടമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ച. പൊതുവെ കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. 7 ശനി ആയതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ, ശനി, സർപ്പം ഇവ പ്രതികൂലമാണ്. ചൊവ്വ പക്ഷേ മെയ് 11 പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറും. അതിനുശേഷം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവുമെങ്കിലും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവുമെങ്കിലും കുറച്ച് പൊലിമ കുറവ്, ഒരു പൂർണ്ണത കുറവ് എല്ലാ കാര്യത്തിനും ഉണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.